വെള്ളാർമല ദുരന്തഭൂമിയുടെ ഒരു 360 ഡിഗ്രി കാഴ്ചയാണിപ്പോൾ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ഇടതുഭാഗത്ത് കാണുന്ന ഈ സ്കൂൾ, ഇതിൻ്റെ മുന്നിലൂടെയാണ് ഏറ്റവും ശക്തമായി വെള്ളം കുത്തിയൊഴുകി ഉരുൾപൊട്ടൽ ഉണ്ടായി. ആൾക്കാർ ഉൾപ്പെടെ ഏതാണ്ട് 80 പേരുടെ മൃതദേഹം ഉൾപ്പെടെ ഇവിടെ നിന്ന് തന്നെ മാത്രം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് കണക്ക്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈ ഭാഗത്ത് കാണുന്നത് ഇതിൻ്റെ സ്വാഭാവികമായി ഇവിടെ ഉണ്ടായിരുന്ന തേയിലത്തോട്ടത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ഈ തേയിലത്തോട്ടത്തിൻ്റെ ദൃശ്യങ്ങളുടെ പരിസരത്ത് നിന്ന് ഇപ്പോഴും തെരച്ചിൽ നടത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ആ 2 നില വീട്, അത് ഈ വീടിൻ്റെ ഏറ്റവും ഒരു ദുരന്തത്തിൻ്റെ മൂകസാക്ഷിയായി ഇപ്പോൾ നിൽക്കുന്നു. പക്ഷേ ആ വീടിൻ്റെ ടെറസിൽ ആൾക്കാരെ കയറ്റി രക്ഷപ്പെടുത്തിയ ഒരു ചരിത്രവും കൂടിയുള്ള ഒരു രക്ഷാപ്രവർത്തകൻ്റെ റോളുള്ള വീടാണ് ആ വീട്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ കാണുന്നതും അതും ഇതുപോലെയാണ്. 8 പേരുടെ ഈ വീട്, ഇപ്പോൾ ഈ ടെറസിൽ ആസ്ബറ്റോസ് ഷീറ്റ് ഇട്ട ഈ വീടിൻ്റെ മുകളിലാണ് 8 പേരെ താമസിപ്പിക്കുകയും പിറ്റേന്ന് രാവിലെ അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തത്. അതിൻ്റെ പരിസരത്ത് വാഹനങ്ങൾ കാണാം. ആ വാഹനങ്ങൾ, നിരവധി വാഹനങ്ങൾ ഈ ദൃശ്യങ്ങളിൽ പലയിടത്തായിട്ട് കാണാം. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ആൾക്കാർക്ക്, രക്ഷാപ്രവർത്തകർക്ക് നടന്നു പോകുന്ന ഈ സ്ഥലമാണ് ഇതിൻ്റെ സ്വാഭാവികമായ റോഡ്. അത് കഴിഞ്ഞ് വീണ്ടും ഇതിൻ്റെ ഭാഗത്തു നിന്നും രക്ഷപ്പെട്ട ആൾക്കാർ, അത്ഭുതകരമായി രക്ഷപ്പെട്ട, പുണ്യം കൊണ്ടൊക്കെ രക്ഷപ്പെട്ട എന്ന് പറയാവുന്ന അത്തരത്തിൽ ആൾക്കാർ താമസിച്ച വീട്, അവരുടെ വീടിൻ്റെ 2ാം നിലയിൽ ഉൾപ്പെടെ ഈ മണ്ണും ചെളിയും തെറിച്ചതിൻ്റെ പാടുകളടക്കം കാണാം. ഇപ്പോൾ രക്ഷാപ്രവർത്തകർ വരുന്ന ഈ ഭാഗത്ത് നിന്നും കഴിഞ്ഞാൽ പിന്നീട് കുറച്ചുകൂടി വലത്തോട്ട് തിരിയുമ്പോഴേക്കും നമ്മൾ നിൽക്കുന്ന ഈ സ്കൂളിൻ്റെ അടുത്തേക്ക് തന്നെ വീണ്ടും എത്തുന്നു. അങ്ങനെ ഈ ഒരു 360 ഡിഗ്രി കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായി കാണിക്കാനുള്ളത്. ഇതിൻ്റെ സ്വാഭാവികത വീണ്ടെടുക്കാൻ വേണ്ടി, ഇവിടെ ജീവിതം സാധാരണ നിലയിലാക്കുന്നതിന് വേണ്ടി കഠിന യത്നം ഇപ്പോഴും തുടരുകയാണ്.